നമസ്കാരം റിയൽ വൺ ന്യൂസ്. അതിനെ ചുറ്റും നോക്കിയാൽ അറിയാം ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണ്. പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഒരുപാട് ചാനലും ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ. ഇന്നും അത് പരിഹരിക്കപ്പെടാതെ നടക്കുകയാണ്. പട്ടാമ്പി പെരുമുടിയൂരുള്ള ഒരു റെയിൽവേ ട്രാക്കിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ധാരാളം പ്രദേശവാസികളും അതുപോലെ ഒരു സ്കൂളും ഉണ്ട്. അവർക്ക് യാത്ര ചെയ്യാനുള്ളൊരു പ്രധാന വഴിയിലാണ് നമ്മളിപ്പോൾ. അവിടെ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, എന്താ കവാടോ എന്തോ സംഭവം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആദ്യം സീനായിട്ട് അതിൽ കൂടെ പാസ് ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ ഫുള്ള് എന്താ അടച്ചു. പിന്നെ ഇപ്പോൾ ഇത് തന്നെയാണ് ക്രോസ് ചെയ്യല്. സ്റ്റെപ്പ് പോലെ ആക്കിയിട്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്പിലൂടെ ഇതുവരെ പോയിരുന്നത്. പിന്നെ ഒരു ട്രെയിനിൻ്റെ പ്രശ്നം കാരണം ആ സ്റ്റെപ്പ് അവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു. പിന്നെ അത് നടക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം മഴക്കാലമല്ലേ, അതുകൊണ്ട് തന്നെ ചളിയും വലിയിട്ട് നല്ല പനിയാണ് നടക്കണമെങ്കിൽ. ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കൂല. അവിടെ നോക്കിയാൽ പെട്ടെന്ന് സിഗ്നലൊന്നും ഇങ്ങനെ കാണൂലല്ലോ. നല്ല രീതിക്ക് എടുത്തു പോയി നോക്കേണ്ടി വരും. അപ്പോൾ ദൂരത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അത്യാവശ്യമാണ്. കുറേ ശ്രമിച്ചു. ഞങ്ങൾ കത്തൊക്കെ എഴുതിയിരുന്നു പറഞ്ഞിട്ട് പാലത്തിന് ആവശ്യം. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. സ്കൂളടുത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ തീവണ്ടി വരുന്ന അറിയില്ലല്ലോ. പിന്നെ ഇവിടെ കുറേ അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ട്രെയിൻ വരുന്ന അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ ഇവിടുന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇതല്ലാതെ സ്കൂളിലേക്ക് വരാൻ പിന്നെ കുറേ ചുറ്റി കളഞ്ഞിട്ട് അങ്ങനെയോ. പിന്നെ അതിൽ കൂടെ അപ്പുറത്ത് റോഡുണ്ട്, അത് അടിയിൽ കൂടെ കമാന അങ്ങനെയാണ്. വലിയ എംപിയൊക്കെ ഉണ്ടല്ലോ, അവർ നേരെ തരട്ടെ. 1 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം ഈ ബസ് കയറണമെങ്കിൽ. എന്നാലും കയറുമ്പോൾ ഇവിടെ കുഴപ്പമില്ല, അവിടുന്ന് കയറുമ്പോൾ ഇറങ്ങുമ്പോഴും ആ ഭാഗത്ത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ അടുത്ത് ശരിയാക്കണ്ടെന്ന് പറഞ്ഞ് പാസ്സായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോയി വരാനും ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പാലം വരണ അത്യാവശ്യമാണ്. സ്കൂൾ കുട്ടികൾക്കാണ് ഒന്നുകൂടി ഇത്. ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ട്. മഴക്കാലമായ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 2 റെയിൽവേ ക്രോസിൽ നിന്നും ട്രെയിനുകൾ വരുമ്പോൾ മുറിച്ച് കടക്കാൻ അറിയാത്ത കുട്ടികൾക്ക്, പുതുതായി വരുന്ന കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ തന്നെ അവർക്ക് മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുറേ ഒരു പാലം ഇവിടെ എന്തായാലും അത്യാവശ്യമാണ്. കാരണം ട്രെയിനൊക്കെ വരുന്നതല്ലേ. കുട്ടികൾ അങ്ങോട്ടൊന്നും ക്രോസ് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ട്രെയിൻ അടിച്ച് കുറേ കുട്ടികൾ ഇവിടുന്ന് മരിച്ചാണ്. ഒക്കെ എല്ലാവരും ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ക്രോസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ സൗണ്ട് കേട്ടെന്ന് വരില്ല. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. കുട്ടികൾ 2-3 മരിച്ചിട്ടുണ്ട് എന്നായിട്ട്. ഇതിപ്പോൾ അത് പൊളിച്ച് സ്റ്റെപ്പൊക്കെ പൊളിച്ചുകൊണ്ട് ഇപ്പോൾ കയറാനും ബുദ്ധിമുട്ടാണ്. വയ്യാത്ത ഞാനിപ്പോൾ കിഡ്നി പേഷ്യൻ്റാണ്. കാല് പോകുന്നൊന്നുമില്ല. വീട് ഇവിടെ പെരുമുടിയിൽ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ആയിട്ട് ഡെയിലി ചെറിയ ക്ലാസ് സ്കൂൾ കുട്ടികളൊന്നും ഇല്ല അധികം. അപ്പോൾ ഈ പാലങ്ങൾ റോഡ് ഈ റെയിൽ കിടക്കണ വിചാരിച്ചിട്ട് കമ്മികളാണ്. നാട്ടുകാർ ഇടപെട്ടിട്ട് അപേക്ഷ കൊടുക്കാണ്ട് എന്തെങ്കിലും. അപ്പോൾ അവർ വന്നിട്ട് അതൊക്കെ പൊളിച്ചിട്ട് പോയി. മരണത്തിന് പോലും കാരണമായ ഈ റെയിൽവേ ക്രോസ്, അതിനൊരു ശാശ്വത പരിഹാരം ഒന്നേ ഉള്ളൂ: റെയിൽവേ മേൽപ്പാലം. റിയൽ വൺ ന്യൂസ്.